നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റാണ് ലക്ഷ്യമെന്ന് മന്ത്രിമാരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിമാരുമായി മുഖ്യമന്ത്രി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഈ ലക്ഷ്യം മുന്നോട്ട് വെച്ചത്. കൂടിക്കാഴ്ച 3 മണിക്കൂറോളം പിന്നോട്ടടിച്ച മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നാനും പ്രത്യേക നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി വീണ എം.എസ്. ചേരുകയാണ്. വീണ, ഒരു സമഗ്ര പദ്ധതിയൊക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ 110 മിഷൻ ഇത് എങ്ങനെ വിലയിരുത്തും? ശ്യാംബാബു, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസങ്ങളാണ് CPM സംസ്ഥാന സെക്രട്ടറി ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ പലപ്പോഴും മന്ത്രിമാരുടെയും ഒക്കെ വാക്കുകളിൽ പ്രകടമാകുന്നത്. ഇപ്പോൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുന്നത് അവർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെയാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുവാൻ നീക്കം നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് CPM-നും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും നേരിടേണ്ടി വന്നത്. പ്രാദേശിക തലത്തിൽ പാർട്ടിക്കുണ്ടായിരുന്ന പൊതുസമ്മതം, അത്തരത്തിലുള്ള ഒരു ജനകീയ മുഖം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ശബരിമല സ്വർണ്ണക്കവർച്ച വിഷയം വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കി. ഈ സഖാക്കളായിട്ടുള്ള പ്രതികൾ പത്മകുമാറിനെ അടക്കം സംരക്ഷിക്കുന്ന ഒരു നിലപാട് പാർട്ടിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒപ്പം തന്നെ CPM-ലെ നേതാക്കൾക്കടക്കമുണ്ട്. അതിനാൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് നിലനിർത്തുവാൻ, അതായത് ഇപ്പോഴുള്ള ഭരണത്തിലുള്ളതിന്റെ സീറ്റുകൾ നിലനിർത്തുവാനും സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഇന്ന് മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് 110 സീറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തണമെന്നുള്ള ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ 3 മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് സിറ്റിംഗ് സീറ്റുകൾ അടക്കമുണ്ടായിരുന്നിടത്ത് വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം അത്തരത്തിലുള്ള സർക്കാർ വിരുദ്ധ തരത്തിലുള്ള ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളിൽ നേരിട്ടെത്തിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടണമെന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് മന്ത്രിമാർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു മുഖ്യമന്ത്രി 3 മന്ത്രിമാരുമായിട്ടാണ് യോഗം ചേർന്നത്. സെക്രട്ടേറിയറ്റിൽ തന്നെയാണ് ഈ ഒരു യോഗം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കൂടിക്കാഴ്ച 3 മണിക്കൂർ നീണ്ടുനിന്നു എന്നുള്ളതാണ്. താഴെത്തട്ട് മുതൽ ഒപ്പം തന്നെ മിക്ക ഇടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ജനകീയ മുഖം അത് തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നുള്ള കർശന നിർദ്ദേശം വെച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക തരത്തിലുള്ളൊരു സ്ട്രാറ്റജി നടപ്പാക്കുവാനുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളായിരിക്കണം, സർക്കാർ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കണം മുന്നോട്ട് വയ്ക്കേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം കൂടി പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഈ കുട്ടി നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാർ എത്തുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഈ പെൻഷൻ വരെ കൃത്യമായിട്ട് നൽകുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നത്. നമ്മൾ സംസ്ഥാനത്ത് പൊതുവിലുള്ള വിലയിരുത്തലുകൾ നോക്കിക്കഴിഞ്ഞാൽ റോഡുകളുടെ പണി ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളുടെയൊക്കെ വലിയ തരത്തിലുള്ള മുരടിപ്പ് നേരിടുന്നുണ്ട്. അത് പൊതുജനങ്ങൾക്ക് ബോധ്യമായതിനാൽ തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി കിട്ടിയതും. അതിനാൽ തന്നെ ഇനി എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്താതെ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള എന്തെങ്കിലും പ്രവർത്തനം നടത്താതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് സർക്കാരിനടക്കം അറിയാം. ഇതിന്റെ മറുഭാഗം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഒരു റിപ്പോർട്ട്, 10 വർഷത്തെ ഭരണത്തിന്റെ ഒരു റിപ്പോർട്ട് തേടിക്കൊണ്ട് ഒരു നവകേരള സർവേ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സർവേക്കെതിരെയും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. തിരുവനന്തപുരം ജില്ലയിലേക്ക് ഇപ്പോൾ നിലവിൽ ഈ ഒരു സർവേയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് 8000-ലധികം സഖാക്കളെ തന്നെയാണ്, പ്രാദേശിക നേതാക്കളെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ അത് വരുത്തി തീർക്കുന്നത് തങ്ങളുടെ ഫണ്ടിൽ നിന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ അഘോര പ്രയത്നത്തിൽ നിന്നാണ് ഈ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതെന്നുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. തങ്ങൾക്ക് ലഭിക്കുന്നത് കേന്ദ്ര സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന ആനുകൂല്യത്തിന്റെയും ആ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തണമെന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം തന്നെയാണ് നടപ്പാക്കുന്നതെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് നമുക്ക് കേരളത്തിലുടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ BJP-ക്ക് ഉണ്ടായ മുന്നേറ്റം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വലിയ രീതിയിലുള്ള ലക്ഷ്യം മുഖ്യമന്ത്രി തന്നെ മന്ത്രിമാരെ വിളിച്ചു വരുത്തി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 110 സീറ്റുകളാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.